ശരി വരാം. വീണ്ടും നിർണയം 2009 ശ്രീ വാസു എങ്ങനെ നോക്കണം മത്സ്യത്തൊഴിലാളികളുടെ നിലപാടിനെ നോക്കണം. അവർ ഒരിക്കലും ഈ സ്വത്വബോധത്തിന്റെ ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? അവരെന്തുകൊണ്ട് സോണിയാ ഗാന്ധിയിലേക്ക് പോകുന്നില്ല? ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രത്യേകിച്ച് ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു വേറൊരു നടന്നു. ഈ നമുക്ക് മനസ്സിലാക്കേണ്ട ഈ മത്സ്യത്തൊഴിലാളികളാണ്, കർഷകത്തൊഴിലാളികളാണ്, മറ്റു തൊഴിലാളികളൊക്കെ ഒരു 10 വർഷം മുമ്പ് വരെ CPM ആണ് ഞങ്ങളുടെ രക്ഷിതാക്കളെന്ന് തോന്നല് ജീവിക്കുക, അവരുടെ ഒപ്പം നിൽക്കുന്നു. അപ്പൊ ഈ ഇപ്പൊ പുതിയ ഒരു കാലത്തില് അത് വളരെ കൃത്യമായി ഈ CPM ഞങ്ങളെ രക്ഷിക്കില്ല എന്ന, അല്ലെങ്കിൽ അവരെ പതുക്കെ ഒരു വലതുപക്ഷത്തിലേക്ക്, ഇടതുപക്ഷമാണെന്ന് പറയുമ്പോൾ തന്നെ വലതുപക്ഷ ചായയിലേക്ക് പോയി അവർ തന്നെ കുറച്ചുകൂടെ ഭംഗിയായി കോൺഗ്രസ് നടപ്പാക്കേണ്ട പദ്ധതി നടപ്പാക്കിയപ്പോൾ അവർ പതുക്കെ തന്നെ അവർ കൈവിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു മത്സ്യത്തൊഴിലാളി പതുക്കെ എനിക്ക് അവരെ അതിന്റെ നേതൃത്വങ്ങൾ മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലായത് പതുക്കെ അവർ UDF അനുകൂലമായിട്ട് നിലപാടിലേക്കാണ് പോയിട്ടുള്ളത്. ഈ ഒരു മതപരമോ ജാതിപരമോ അത് വർഗപരമായിട്ടോ അല്ലെങ്കിൽ തത്വബോധത്തിന്റെ അടിസ്ഥാനത്തിൽ UDFിലേക്ക് പോയിട്ടുള്ളതൊന്നുമല്ല. അത് കൃത്യമായിട്ടുള്ള ഇടകലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഇവിടെ പുരോഗമനപരമായിട്ട് ഒന്നും മുദ്രവാസമില്ല. താങ്കൾ കാണരുത്. തീർച്ചയായും JV തോമസിന്റെ ഇവിടെ ഒരു ലാറ്റിൻ കത്തോലിക് ബിഷപ്പുമാർ തിരുമേനിമാർ പറയുന്നതനുസരിച്ച് UDFിൽ പോകുന്നത് ഒരു തൊഴിലാളിയായിട്ടുള്ള ലത്തീൻ കത്തോലിക്ക മത്സ്യത്തൊഴിലാളിയുടെ രാഷ്ട്രീയ വളർച്ചയാണെന്ന് എന്റെ അനുഭവം, എന്റെ പരിചയം എന്നോട് പറയുന്നു. മാധവൻകുട്ടി, നമ്മൾക്ക് വീഴുമ്പോഴെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് കേരളത്തെ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ ഭൂമി വിതരണത്തിൽ യഥാർത്ഥ അടിസ്ഥാന വർഗത്തിന് ആ ഭൂമി തീർച്ചയായും നമ്മൾ ദളിത് ആദിവാസി വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ ഭൂമിയുടെ രാഷ്ട്രീയവും ചർച്ചയിലേക്ക് വരുന്നത് വളരെ കേരളത്തിൽ അടുത്ത കാലത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ വാസു പറഞ്ഞ പോലെ അച്യുതാനന്ദന്റെ നിലപാട് പോലും അല്ല, അത് പിണറായി വിജയന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാടിന് പേരിൽ അപഹാസിക്കപ്പെട്ടതാണ് രണ്ടാം ഭൂപരിഷ്കരണം. നമ്മൾ ദളിതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാവുന്നത് ഭൂമിയുടെ പ്രശ്നം, ജോലിയുടെ ഉദ്യോഗത്തിന്റെ പ്രശ്നം, വിദ്യാഭ്യാസം, ആത്മാഭിമാനത്തിന്റെ പ്രശ്നം, അത് സംഭവിക്കാൻ ഈ 4 കാര്യങ്ങൾ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് കേരളത്തിലെ ദളിതർക്കുണ്ടെങ്കിൽ അതിൽ ഒരു ചെറിയ പങ്ക് ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ്. ഞാനീ പറയുന്ന 4 കാര്യങ്ങൾ ഏത്? വിദ്യാഭ്യാസം, തൊഴിൽ, സംവരണം, വിദ്യാഭ്യാസവും രണ്ടിനെയും സംവരണവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അതിന് മുൻകൈയെടുക്കുക. മൂന്നാമത് ആത്മാഭിമാനം. മനസ്സിലായില്ലേ? ഒരു ദളിതൻ, കേരളത്തിലെ ഒരു ദളിതനും ഇന്ന് ഒരു ചായക്കടയിൽ ഒരു ഉച്ചനിരിക്കും അനുഭവിക്കാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടിയുടെ ഒരു പങ്കുണ്ട്. വിവാദം നിരാകരിക്കാൻ കഴിയുമോ? ആ ചെങ്കൊടിയുടെ ആ ഒരു നിർലോഭമായ സഹകരണം ആ പങ്ക് നിരാകരിക്കാൻ എനിക്ക് തോന്നാനുള്ള കാര്യം, ഇതിന് എത്ര ഇല്ല അത് പറയുന്നത്, ഇതിന് എത്ര പ്രാവശ്യം വോട്ട് ചെയ്താൽ ഇതിന് പകരമാകുന്നതാണ്. അതായത് പുന്നപ്രയിലും വയനാട്ടിലൊക്കെ മരിച്ച ആളുകളുടെ രക്തസാക്ഷിയുടെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് 80% പുലരും അതുപോലെ കീഴാളുകൾ ഇതിന്. അപ്പൊ അതായത് ഇതിന്റെ പേര് പറഞ്ഞ പലവട്ടം അധികാരത്തിലെത്തിയ ഈ ജനതയുടെ ഭൂമി പ്രശ്നം വരും. ഞാൻ കോളനിയുടെ കാര്യം പറഞ്ഞു. കോളനിയുടെ കാര്യം വെച്ചാൽ ഒരു പഞ്ചായത്തിലും 20-30 കോളനിയുണ്ട്. ഈ ഭൂമി എന്തുകൊണ്ട് ഈ ഭൂപരിഷ്കരണം നടത്തിയെന്നുള്ളത്, അതുപോലെ തന്നെ ഇവിടെ കാർഷിക ബന്ധമില്ല നടപ്പിലാക്കിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബില്ല് നടപ്പാക്കി. ഇതിന്റെ സ്ഥിതി പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ ബില്ല് നടപ്പാക്കി ഇവിടുത്തെ ദളിതർക്ക് അനുകൂലമായി നടപ്പാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഇത് വളരെ കൃത്യമായി ഒരു ചതിയാണെന്നൊരു തിരിച്ചല്ല. ഇതൊരു വലിയ ചതിയാണ്. കാരണം ഒരു ഭൂമി അന്ന് വരെ ആരുടെ അല്ലാത്തൊരവസ്ഥയിൽ 5 സെന്റിലേക്കും അതുപോലെ ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു കീറുണ്ടാക്കിയിട്ട് ഒരു വശം വേറൊരു പട്ടികക്കാരൻ ഇപ്രവശം ലക്ഷം വീട് കോളനി, അവർ 2 സെന്റ് കോളനി 3 സെന്റ് കോളനിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളെ ഇങ്ങനെ ഭയങ്കര തലയിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിയ പോലെ. താങ്കൾക്ക് അറിയുമോന്ന് അറിഞ്ഞൂടെ, കേരള ചരിത്രത്തിൽ ഒരു പുലയനും പറയനും 600 രൂപയും 200 രൂപയും വിലയുണ്ടായിരുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നതായി താങ്കൾക്ക് അറിയാമോ? അതിൽ നിന്ന് അത് കേരളത്തിൽ ഉണ്ടാകുന്ന മുമ്പ് തന്നെ ഇതൊക്കെ ചരിത്രപരമായി സംഭവിച്ചില്ലേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീ ലെനിനും മാർക്സിനും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിയില്ലല്ലോ. പുന്നപ്പുറ വയലാറിന് നീയും പുതിയ ഘട്ടത്തിൽ ആവർത്തിക്കാൻ കഴിയുകയില്ലല്ലോ. ഞാനീ പറഞ്ഞ 4 കാര്യങ്ങൾ, തൊഴിൽ, വിദ്യാഭ്യാസം, ആത്മാഭിമാനം,
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുതിയ മുദ്രാവാക്യങ്ങൾ എടുത്ത് കൊണ്ടുപോകേണ്ട കടമ കേരളത്തിൽ അത് നിർവഹിക്കാൻ കഴിയുന്നതും ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ. സോണിയാഗാന്ധിയുടെ കോൺഗ്രസിനോ അദ്വാനിയുടെ ബിജെപിയെ കുറിച്ച് ശ്രീ വാസു പറയണം. കാരണം അത് അങ്ങനെ പറയാതെ പോകില്ല. ഒരു മതതത്വം കൂടി ഇവിടെ കേരളത്തിൽ അടക്കം രാഷ്ട്രീയ താങ്കൾ പറയുന്ന ദലിത് തത്വത്തിനോടൊപ്പം അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ മതതത്വമുണ്ട്. ഇസ്ലാമിക മതതത്വം, ഹിന്ദു മതതത്വം. ഇതിനാരാണ് ചെലുത്തുന്നത്? കേരളത്തിന്റെ ഹൈന്ദവ ജീവിതത്തിൽ ചെറുത്തുന്നത് അംബേദ്കറിയൻ ചിന്തകളാണ് ഏറ്റവും പ്രസിദ്ധം. പക്ഷേ നമ്മുടെ UPA സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ ബില്ല് പോലും ദളിത് വിരുദ്ധ നിലപാടുകളാണ്. ഏറ്റവും അവസാനത്തെ ബില്ല് പോലും ഹയർ വിദ്യാഭ്യാസ മേഖല അനുവദിക്കേണ്ട എന്നുള്ള ബില്ല്. എന്നിട്ടും എന്തുകൊണ്ട് സോണിയാഗാന്ധിയെ സുനിൽ ശ്രീകുമാർ ആ ഉദ്ഘാടനത്തിലേക്ക് വിളിക്കും? അത് വലിയ തെറ്റിദ്ധരിച്ച പരിപാടിയാണ് ഈ സുനിൽ ശ്രീകുമാറിന്റെ ഈ KPMSന്റെ ഈ പരിപാടി. സോണിയാഗാന്ധിയെ ക്ഷണിക്കുന്നത് ഈ സോണിയാഗാന്ധി ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയും ഇടതുപക്ഷവും ബർദാൻ അവർ തന്നെ ഈ ഇവരുടെ നേതാക്കന്മാരെ ഒരുമിച്ച് ഒരേ മന്ത്രിസഭയിൽ ഇരുന്ന ആളുകളാണ്. കാരണം അവരുടെയും കൂടി നേതാവായിരുന്നു സോണിയാഗാന്ധി. അവരാണ് മൻമോഹൻ സിംഗിനെ ഉയർത്തിക്കാട്ടിയത്. തന്നെയുമല്ല KPMSന്റെ പരിപാടിയിലേക്ക് CPIയുടെ പ്രതിനിധിയായിട്ട് KP രാജേന്ദ്രൻ മിനിസ്റ്ററെയും അവരുടെ G സുധാകരൻ KPMSോട് ഏറ്റവും അനുഭവം പുലർത്തിയ മന്ത്രിയാണെങ്കിലും G സുധാകരനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചാണ്. ഇവർ വളരെ ബോധപൂർവ്വം ഈ പരിപാടിയിൽ നിന്ന് അന്ന് തന്നെ ഈ CPM സംസ്ഥാന സമ്മേളനം കോട്ടയത്താണ്. ഇവർ വളരെ ബോധപൂർവ്വം ഈ പരിപാടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവർ തന്നെയാണ് ഇത് UDF പ്രോഗ്രാമാക്കി അവർ തന്നെ അങ്ങ് മാറ്റുകയാണ്. അവരാണ് മാറ്റുക. കാരണം ക്ഷണിച്ചിട്ട് വരാതെ അവരുടെ സ്പീക്കർ രാധാകൃഷ്ണൻ അവർ ഈ ആളുകളൊക്കെ ക്ഷണിച്ചിട്ട് വരാതെ 3 CPM മന്ത്രിമാരെ ക്ഷണിച്ചിട്ട് അവർ വന്നില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നത് സുരേഷും അതുപോലെ സോണിയാഗാന്ധിയൊക്കെ കയറി UDF വേദിയാക്കി മാറ്റി CPI അതിന് ബദലായിട്ടാണ് ഇവരിവിടെ. ഞാനത് തർക്കിക്കുന്നില്ല. ഞാൻ പരാജയപ്പെട്ടു അതിനോട്. സോണിയാഗാന്ധി CPIയും ബഹിഷ്കരിച്ചതാണെന്നുള്ളത് താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കാൻ സോണിയാഗാന്ധിയെ വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് CPM നേതാക്കൾ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രീയ അത് ഓണപ്പ് ചെയ്യും. അതന്നെ ധൈര്യം. ഞങ്ങൾ കോൺഗ്രസിനെ ഓണപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും ഒരു കോൺഗ്രസ് അതീതമായ നിലപാടില്ല. ഈ ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് പ്രസ്ഥാനമാണ് ഇപ്പോഴത്തെ നിലപാട് ഞങ്ങളുടെ നേതാക്കളെ ഇപ്പൊ ഒരു ഉപരോധ സമരം നടത്തുന്നവർ വലിയ തെറ്റുന്നുണ്ട്. ഇവിടെ എല്ലാ നേതാക്കന്മാരും വണ്ടി അടിച്ചിരിക്കുകയും ഒക്കെ തെറ്റുന്നില്ല. തൃശ്ശൂർ നമ്മുടെ ഈ ഉപരോധ സമരത്തിന്റെ ഭൂമിക്ക് മിഥുൻ നടത്തിയ ഉപരോധത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നേതാക്കളെ 10-40 ദിവസം അവിടെ അവരാണ് എനിക്ക് സംഘടനാപരമായി അതിനൊന്നും ഞാൻ പറയുന്നത് ഭൂമിയുടെ പ്രശ്നം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കേരളത്തിൽ. 2 തൊഴിലിന്റെ പ്രശ്നം, വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം. ഒറ്റ കാരണം വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നിരവധി ദളിത് മുസ്ലിം യുവാക്കളും യുവതികളുമാണ് ഭാവിയുടെ ഒരു ഇരുളടഞ്ഞ ഭാവിയിലേക്ക് വിദ്യാഭ്യാസത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഈ IT ഈ മെഡിസിൻ എന്ന് പറയുന്ന ഈ ചെറിയ റിസർവേഷന്റെ മെച്ചം കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ദളിത് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും മുസ്ലിം കുട്ടികളും ആദ്യമായി വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസത്തിന്റെ MAക്കും BAക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അതും പറഞ്ഞില്ല. അവരാണ് കേരളത്തിലെ SFIയുടെ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന യുവ വിദ്യാർത്ഥി രംഗത്തെ ശക്തി. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളല്ലാതെ വെറും കൊച്ചിന്റെയും സലീമിന്റെയും താത്വിക ഗീതാനന്ദന്റെയും താത്വിക അന്വേഷണം കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ മാറ്റിമറിക്കാൻ കഴിയുകയില്ല. നമുക്ക് നോക്കണം. ഈ വളരെ ഷോർട്ടായിട്ടുള്ള സമയത്തിന് ശേഷം വീണ്ടും തിരിച്ച് ഈ പറയുന്ന ദളിത് ആദിവാസി സംഘടനകൾ വീണ്ടും ഇടതുപക്ഷത്തിലേക്ക് തന്നെ പോകും എന്ന് തന്നെയല്ലേ താങ്കളുടെ മുമ്പത്തെ ആ ഒരു ഉത്തരത്തിന്റെ ധ്വനി വരിക? ഇല്ല, ഒരിക്കലും UDFനെ ഓൺ ചെയ്യുന്നില്ല. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഏതായാലും കേരളത്തിലൊരു ബദൽ ശക്തി എന്നാണ് കേരളത്തിൽ ബഹുജൻ സമാജ്വാദി ശക്തി ആരംഭിക്കുന്നത്. അപ്പൊ അത് കേരളത്തിലേക്ക് ഈ അടുത്ത ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തന്നെ നിർണായക ശക്തിയാവും. ഒരു പക്ഷേ തിരുവനന്തപുരത്ത് നീലദാസ് നാടാർ ഒരു പക്ഷേ ചിലപ്പോൾ ജയിക്കുമായിരിക്കും, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് വരും ഞാൻ വിചാരിക്കും. അത്തരത്തിൽ ഒരു അക്കം ഇവിടെ കേരളത്തിൽ BSP വളർന്നു വരുന്നുണ്ട്. അതില് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ദളിതരുടെ ഒരു കുടിയേറ്റം വൻതോതിൽ നടക്കുമെന്നാണ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഹാനികരമാണ്. ശ്രീ വാസു പറയുന്ന പോലെ BSPയുടെ കേരളത്തിലെ വോട്ടുകൾ എല്ലാ സ്ഥലത്തും നിന്നിട്ടുണ്ട് അല്ലെ? എല്ലാം. അപ്പൊ ആ BSPയുടെ വോട്ടുകൾ തുലനം ചെയ്താൽ കേരളത്തിൽ KPS
KPMSന്റെ ശക്തി, തിരഞ്ഞെടുപ്പ് ശക്തി വളരെ വ്യക്തമാണ്. അത് നമ്മൾ 17-ാം തീയതിക്ക് ശേഷം നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഒരു കണക്കാക്കാവുന്നതാണ് ആ ശക്തി എത്രയുണ്ടെന്നുള്ളത്. BSP വളരുന്നത് ഒരു വലിയ പാതകമായി കാണാത്ത ആളുമാണ് ഞാൻ. കാരണം അത് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തെറ്റിദ്ധാരണയില്ല. കേരളത്തിൽ BSP വളരണമെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം വളരല്ലെന്ന് വിശ്വസിക്കുമ്പോഴും ഇന്ത്യയുടെ ഭൂരിപക്ഷം ഭാഗങ്ങളിൽ BSP വളർന്നുകൊണ്ട് ഒരു തെറ്റുമില്ലായിരുന്നു. മായാവതി പ്രധാനമന്ത്രിയാവുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ്. മാധവൻകുട്ടി, നമുക്ക് ഇലക്ഷന് ശേഷം May 15 ശേഷം വീണ്ടും ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യണം. തീർച്ചയായും ഒറ്റപ്പെട്ടവന്റെ ഈ സംഘം ചേരുകൾ ചില പുതിയ സമവാക്യങ്ങളിലേക്ക്, ചില പുതിയ സംവാദങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാം. അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് കാലത്തിന്റെ ബാധ്യതയാകുന്നു. നിർണയം 2000 മറ്റൊരു വിഷയമായി നാളെ കാണാം.